പിന്നെ ഓഷോ മെഡിറ്റേഷൻസിൻ്റെ പ്രത്യേകതയാണ് ഈ മ്യൂസിക് ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അതായത് മിക്ക മെഡിറ്റേഷൻസ്, എല്ലാത്തരം ഓഷോ മെഡിറ്റേഷൻസിലും നോക്കിക്കഴിഞ്ഞാൽ തന്നെ മ്യൂസിക്കിൻ്റെ ഒരു ഇതുണ്ട്. അതായത് പുള്ളി മ്യൂസിക്കും കൂടെ ഇൻബിൽട്ടായിട്ട് മെഡിറ്റേഷൻ്റെ ആക്കിയിട്ടുണ്ട്. അത് മിക്ക സ്റ്റേജസിൽ ഇപ്പം ഓഷോയുടെ ഒരു മെഡിറ്റേഷൻ എടുക്കുകയാണെങ്കിൽ അതൊരു 1 hour കാണും. അപ്പോൾ അതിൻ്റെ 1 hour മിക്കപ്പോഴും 3 സ്റ്റേജസ് അല്ലെങ്കിൽ 4 സ്റ്റേജസ് ഒക്കെ മിക്കപ്പോഴും ഒരു മ്യൂസിക് ഇൻവോൾവ്ഡ് ആയിരിക്കും. ഓരോ സ്റ്റേജിലും മ്യൂസിക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മ്യൂസിക് കൊടുത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അത് എനർജറ്റിക്കലി സപ്പോർട്ട്, മ്യൂസിക് നമ്മളെ ആ ഒരു മെഡിറ്റേഷനെ ഒന്ന് എനർജറ്റിക്കലി സപ്പോർട്ട് ചെയ്യാൻ വരെ വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓരോ ഡെപ്തിലും, അതായത് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മളൊരു പീസും സൈലൻസും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നൊരു സംഭവമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുമ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു മൈൻഡും ബോഡിയും ആ ഒരു സൈലൻസിലേക്ക് നമുക്ക് അലൈനാകുന്ന നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് നമ്മൾ കേൾക്കുവാണെങ്കിൽ. സോ അതുകൊണ്ട് മ്യൂസിക് നമ്മളെ എനർജറ്റിക്കലി നമ്മൾ ആ ഒരു റിലാക്സേഷൻ, ഒരു പീസിലേട്ടൊക്കെ നമ്മളെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്.